ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പപ്പടം സൂക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുള്ള കവറൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുകയാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കേടാവും അല്ലേ. അപ്പോൾ ഒരു പ്രത്യേക കളർ, ഒരു റോസ് കളർ ഇതിന് ഉണ്ടാവുകയും പപ്പടം പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്നും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കാം. കുറച്ചധികം ദിവസങ്ങൾ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇത് പുറത്ത് സൂക്ഷിക്കാറാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പോലെയുള്ളൊരു പാത്രത്തിൽ നന്നായി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം വരെ നമ്മുടെ പപ്പടം കേടാവാതിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് പറയുന്നത്, നമ്മുടെ അരി സൂക്ഷിക്കുന്ന കവറിലോ ചാക്കിലോ ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ പൂത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പടം കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ അരിയിൽ പൂത്തി വെക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് അടച്ചു കൊടുത്ത് പുറത്ത് സൂക്ഷിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് വെളിച്ചെണ്ണ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ നിലത്തൊക്കെ ഒരല്പം തൂവി പോകുന്നത് സാധാരണയാണല്ലേ. അപ്പം അങ്ങനെ തൂവി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പെട്ടെന്ന് തന്നെ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ വെളിച്ചെണ്ണ എത്ര തുടച്ചാലും അതിൻ്റെ ആ ഒരു എണ്ണമയം തീർച്ചയായും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായി പോകാനുള്ള ഒരു ടിപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്ക് ഒരല്പം മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ അരിപ്പൊടിയോ ഇതിലേത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേത് പൊടി വേണമെങ്കിലും അതിൻ്റെ മുകളിലായി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത് കണ്ടത് നന്നായി ഇതിലേക്ക് അലിഞ്ഞിറങ്ങുന്നുണ്ട്. ഇതുപോലെ കുറച്ച് നേരം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പം ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒരു കോട്ടൺ വെച്ച് നമുക്കൊന്ന് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കാം. അപ്പം കണ്ടോ, ആ മാവിനോടൊപ്പം തന്നെ നന്നായിട്ട് പോയിട്ടുണ്ട്. കണ്ടോ, അല്പം പോലും എണ്ണമയല്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ആട്ടപ്പൊടിയേക്കാൾ നല്ലത് നമ്മുടെ അരിപ്പൊടിയാണ്. അരിപ്പൊടി പെട്ടെന്ന് നമുക്കത് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. എന്തെങ്കിലും മൈദപ്പൊടി, ഇത് ഏതെങ്കിലും ഒരു പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം.